ബൈബിളിൽ പറയുന്നതാണ്, ഒരു കുഞ്ഞിനെ ജന്മം നൽകുന്നതിലൂടെ സ്ത്രീ എവിടേക്കെത്തും? സ്വർഗത്തിലേക്ക്. അപ്പൊ ബൈബിൾ വചനത്തിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അറിയാനായിട്ട് പറ്റുക. അതും ശാസ്ത്രമൊക്കെ വളരെ ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. ഞാൻ അടുത്തൊരു അനുഭവം പറയാം. എന്നെ കാണാനായിട്ട് വന്ന മറ്റൊരു കപ്പ്, അവരെന്നോട് വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഡോക്ടറെ, പീരീഡ്സ് ആവണ സമയത്ത് അടിവയറ് വേദന കുറച്ച് കൂടുതലാണ്, ബ്ലീഡിങ് കുറച്ച് കൂടുതലാണ്. ഇതാണ് എന്നോട് പറഞ്ഞ കംപ്ലൈൻറ്റ്. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, എത്ര നാളായി ഈ ബുദ്ധിമുട്ടൊക്കെ തുടങ്ങിയിട്ട്? അപ്പോൾ ഈ സ്ത്രീ 43 വയസ്സ് 44 വയസ്സ് പ്രായമുള്ള ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, ഡോക്ടറെ, ഈ പീരീഡിൻ്റെ വേദനയും ബ്ലീഡിങ്ങും ഒക്കെ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിയാ അപ്പം ഇപ്പോൾ വരാനായിട്ട് കാരണം എന്താ? കുറേ നാളായിട്ടുള്ള ഒരു പ്രശ്നത്തിന് ഇപ്പോൾ എന്നെ കാണാനായിട്ട് വരാനായിട്ട് കാരണം എന്താ? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഡോക്ടറെ, ഞാനിപ്പോൾ വരാനായിട്ട് കാരണം ഇത്രയേ ഉള്ളൂ, എൻ്റെ അയൽവക്കത്തെ വീട്ടിലെ ചേച്ചിമാരുടെയൊക്കെ യൂട്രസ് എടുത്തു കളഞ്ഞു. ഇനി ആ പ്രദേശത്ത് യൂട്രസ്, ഗർഭപാത്രമുള്ള ഒരേ ഒരാൾ ഞാനാണ്. ആ പ്രദേശത്ത് ഗർഭപാത്രമുള്ള ഒരേ ഒരാൾ ഞാനാണ് അത്രേ. വേറെ ആർക്കും ഇല്ലാത്തൊരു സാധനം എൻ്റെ വയറ്റിലിരിക്കണം. കാരണം ടെൻഷനായിട്ട് വന്നതാ ഡോക്ടറെ. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു, എൻ്റെ എന്നിട്ടാണ് അയൽക്കൂട്ടോ കുടുംബശ്രീയോ എന്ത് കൂട്ടത്തിൽപ്പെട്ടതാണോ അവരുടെ ഗ്രൂപ്പിൽ യൂട്രസ് ഉള്ള ഒരേ ഒരാൾ ഇവരാണ് ഇത്രേ. ബാക്കിയുള്ളവരുടെയൊക്കെ എടുത്തു കളഞ്ഞു, എൻ്റെ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം അതുകൊണ്ട് ടെൻഷനായിട്ട് വന്നതാ. ഞാൻ പറഞ്ഞു, ഞാൻ കിടത്തി വയറുമ്പോൾ തൊട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, നമുക്കൊന്ന് സ്കാൻ കൂടി ചെയ്ത് നോക്കാം, അൾട്രാസൗണ്ട് സ്കാനിങ് ഒന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ അവർ പോയി സ്കാൻ ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നവർ എന്നോട് റിപ്പോർട്ടായിട്ട് വന്നപ്പോൾ അതിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ഫൈബ്രോയിഡ് ഇരിക്കുന്നുണ്ട്. ഒരു 2.5 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള ഒരു ചെറിയ ഫൈബ്രോയിഡ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, യൂട്രസിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ഫൈബ്രോയിഡ് ഉണ്ട്, വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഫൈബ്രോയിഡ് ചിലപ്പോൾ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഇത്തിരി തള്ളി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്തിരി കൂടുതൽ ബ്ലീഡിങ്ങും അസ്വസ്ഥതകളും വരണത്. അപ്പം നമുക്ക് പീരീഡ്സിൻ്റെ സമയത്തുള്ള ബ്ലീഡിങ് കുറയ്ക്കാനായിട്ടുള്ള ഗുളികയൊക്കെ തരാം, നോക്കാം നമുക്ക് എങ്ങനെയാണ് ബ്ലീഡിങ് കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അതിനനുസരിച്ചിട്ട് അടുത്തത് എന്താ ട്രീറ്റ്മെൻറ്റ് വേണ്ടതെന്ന് പ്ലാൻ ചെയ്യാം. അപ്പോൾ അവരെടുത്ത് വഴിക്കാനോട് ചോദിച്ചു, അല്ല ഡോക്ടറെ, എൻ്റെ കൂട്ടുകാർക്കൊക്കെ യൂട്രസ് എടുത്ത് കളഞ്ഞത് ഈ ഫൈബ്രോയിഡ് കാരണമാണ്. അതെങ്ങനെ ഈ ഫൈബ്രോയിഡ് അവിടെ വന്നേ? ഞാൻ കഴിച്ച ഭക്ഷണത്തിൽ കൂടെ എങ്ങാനും വന്നതാണോ ഫൈബ്രോയിഡ്? ഏത് ഇറച്ചി ചൂടാക്കിയപ്പോൾ ശരിക്ക് വേവാണ്ടിരുന്ന കാരണം അതിൽ കൂടെ ഫൈബ്രോയിഡ് കയറി യൂട്രസിൽ വന്നിട്ട് മുളച്ച് വന്നതെങ്ങാനാണോ? ഇതൊക്കെയാണ് ഇവർക്ക് അറിയേണ്ടത്. ഞാൻ പറഞ്ഞു, ഫൈബ്രോയിഡ് അങ്ങനെ ഭക്ഷണത്തിൽ കൂടെ വരണ അസുഖമൊന്നുമല്ല. പണ്ട് കാലത്ത് സ്ത്രീകൾക്കൊന്നും ഫൈബ്രോയിഡ് അധികം കണ്ടിരുന്നില്ല. കാരണം എൻ്റെ അമ്മയുടെ വീട്ടിൽ അവർ 9 മക്കളാണ്. അമ്മയ്ക്ക് സഹോദരങ്ങൾ, അവർ 9 മക്കളാണ്. എൻ്റെ അപ്പൻ്റെ സൈഡിലാണെങ്കിൽ അവർ 7 മക്കളാണ്. ഒരാൾ മരിച്ചുപോയി, പ്രസവം കഴിഞ്ഞ് അധികം വൈകാതെ 8 മാസമൊക്കെ ഉള്ളപ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. ബാക്കി 6 പേര്, അതിലൊരാൾ ഇപ്പം അടുത്ത് മരിച്ചു. അപ്പോൾ ഈ കാലഘട്ടത്തിലൊന്നും അമ്മമാർക്കൊന്നും, ഈ നമ്മുടെ അമ്മമാർക്കൊന്നും ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡ് ഒന്നും വരാനായിട്ട് അവസരം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ ഫൈബ്രോയിഡ് വരണത്? സ്ത്രീകളുടെ ശരീരത്തിലെ ഹോർമോണാണ് ഈസ്ട്രജൻ ഹോർമോൺ. അപ്പോൾ ഈ ഈസ്ട്രജൻ ഹോർമോൺ ഗർഭപാത്രത്തിനുള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന മസിലിന്റെ തടിപ്പുകൾ വരണത്. അതേസമയം ഈ ഫൈബ്രോയിഡ് എങ്ങനെ വലുതാവുന്നു? കുറേ കാലം ആ ഫൈബ്രോയിഡിന് വളരാനായിട്ട് അവസരം കിട്ടണത് എപ്പോഴാണ്? പ്രഗ്നൻസി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രീഡോമിനൻ്റ് ആയി. അപ്പോൾ ഈ ഫൈബ്രോയിഡിന് പിന്നെ അധികം വളരാനായിട്ട് പറ്റില്ല. ഡെലിവറി കഴിയുമ്പോൾ, പ്രസവം കഴിയുമ്പോൾ യൂട്രസ് അങ്ങോട്ട് ചുരുങ്ങും, യൂട്രൈൻ ഇൻവല്യൂഷൻ എന്ന് പറയും. അതുവരെ വളർന്നു വന്ന ഫൈബ്രോയിഡുകൾ മുഴുവൻ നശിച്ചു പോകും. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ ഓരോ കുഞ്ഞിനെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുമ്പോഴും ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡ് വരാനായിട്ടുള്ള ചാൻസ് കുറഞ്ഞു വരും. 5 മക്കളെ പ്രസവിച്ചാൽ ഫൈബ്രോയിഡ് വരാനായിട്ടുള്ള ചാൻസ് 5-1 കുറയും. പ്രസവിക്കുകയും ചെയ്യാത്തൊരു സ്ത്രീക്ക് ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡ് വരാൻ 50% ചാൻസ് ഉണ്ട്, 50% ചാൻസ്. ലൈഫ് ടൈം ഇൻസിഡൻസ് ഓഫ് അല്ലെങ്കിൽ ഒരു ആവറേജ് ഇൻസിഡൻസ് അറ്റ് ദ ഏജ് ഓഫ് 50 years, 50 വയസ്സിൽ 50% ചാൻസ് ഉണ്ട് ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡ് വരാൻ. അതേസമയം 5 മക്കളുള്ള ഒരു സ്ത്രീക്ക് 50 വയസ്സിൽ ഫൈബ്രോയിഡ് വരാൻ 10% ചാൻസ് ഉള്ളൂ. അപ്പം ഞാൻ ഈ സ്ത്രീയുടെ അടുത്ത് പറഞ്ഞു, ഇപ്പം എന്തായാലും നിങ്ങളുടെ കേസിൽ ഇപ്പം 44 വയസ്സായി, ഇനി ഒരു കൊച്ചിനെ പ്രസവിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഫൈബ്രോയിഡ് എന്തുകൊണ്ട് പഴയ കാലഘട്ടത്തിൽ അമ്മമാർക്ക് ഉണ്ടായില്ല, എന്തുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയധികം വരുന്നു? നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിക്കണോണ്ടാണ് ഫൈബ്രോയിഡ് വരണത്. ഇങ്ങനെയൊക്കെയാണ്. അലുമിനിയം കലത്തിൽ വെള്ളം ചൂടാക്കണോണ്ടാണ് ഫൈബ്രോയിഡ് വരണേ, ക്യാൻസർ വരണേ എന്നൊക്കെ പറഞ്ഞിരിക്കണ കുറേ മനുഷ്യരുണ്ട്. ഇത് അലുമിനിയം കലത്തിൽ വെള്ളം ചൂടാക്കണോണ്ടോ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിക്കണോണ്ടോ ഒന്നും അല്ല ഫൈബ്രോയിഡും ഇതൊക്കെ വരണത്. അതിൻ്റെ കാരണം ഇതാണ്: കുഞ്ഞുങ്ങളെ പ്രസവിക്കാനായിട്ട് ദൈവം തന്നിട്ടുള്ള അവസരം ഉപയോഗിക്കുമ്പോൾ അതിലൂടെ തന്നെ ദൈവം നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ദൈവം തരുന്ന ഒരു സംരക്ഷണം ഉണ്ട്. അതാണ് ഗർഭപാത്രത്തിന് കിട്ടുന്ന സംരക്ഷണം. ഫൈബ്രോയിഡ് വരാനായിട്ടുള്ള സാധ്യത ഓരോ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമ്പോഴും കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെയാണ് ബ്രസ്റ്റ് ക്യാൻസർ. നമ്മളൊന്ന് കേൾക്കണ്ടല്ലോ, ഒരുപാട് വീടുകളിൽ ബ്രസ്റ്റ് ക്യാൻസർ. ഞാൻ എൻ്റെ ഇടവകയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു ഇടവക പള്ളിയിലെ വികാരീച്ചനെ എന്നെ വിളിച്ചു. എന്നോട് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ, ഇവിടെ അടുപ്പിച്ച് 3 വീടുകളിൽ
മീൻസ് ആ ഇടവകയുടെ തന്നെ പല ഭാഗത്തുള്ള 3 വീടുകളിൽ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് അവരൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഒരു ഹെൽത്ത് ടോക്ക് കൃത്യമായിട്ട് കൊടുക്കണം, ആൾക്കാർക്ക് നല്ലൊരു ധാരണ കൊടുക്കണം, എങ്ങനെയാണ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ഒഴിവാക്കാനായിട്ട് പറ്റുക എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട്. എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ, ഈ ആൾക്കാർ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിക്കണോണ്ടാണോ, അലുമിനിയം കലത്തിൽ വെള്ളം വെക്കണോണ്ടാണോ, ഇതൊക്കെ ഒന്ന് ഡോക്ടർ ശരിക്കും പറഞ്ഞു കൊടുക്കണം. ബ്രസ്റ്റ് ക്യാൻസറിന്റെ കണക്ഷൻ ഇത് തന്നെയാണ്. ഓരോ കുഞ്ഞിനെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുമ്പോഴും ദ ഇൻസിഡൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ കംസ് ഡൗൺ ബൈ 10%. ആവറേജ് ഇൻസിഡൻസ്, ലൈഫ് ടൈം ഇൻസിഡൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ കേരളത്തിലനുസരിച്ചിട്ട് 10 മുതൽ 12% ഉണ്ട്. 5 മക്കളെ പ്രസവിച്ചാൽ അത് 50% കുറയും, 5% കുറയും. ഒരു കുട്ടീനെ മാത്രം പ്രസവിച്ച് ഉള്ള പിള്ളേരെ നന്നായിട്ട് നോക്കിയാൽ മതി. ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ ജനസംഖ്യാ നിയന്ത്രണക്കാർ പറയണതിനനുസരിച്ച് അവർ പറഞ്ഞു തുടങ്ങിയത് നാം 2 നമുക്ക് 3 എന്നായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നാം 2 നമുക്ക് 2. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നാം 1 നമുക്ക് 1. ഇപ്പൊ കുറെ സ്ത്രീകൾ ചിന്തിക്കുന്നുണ്ട് നാം 1 നമുക്ക് എന്തിന്, കുട്ടി വേണ്ട പട്ടി മതി എന്ന് വിചാരിച്ച് പട്ടീനെയും പൂച്ചേനെയും വളർത്തുന്ന കുറെ മനുഷ്യര് നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്. ഞാൻ 26-28 വയസ്സുള്ള പെൺകുട്ടികളോട് ചോദിക്കുമ്പോൾ ചിലർ എന്തിനാ ഡോക്ടറെ, എനിക്ക് 10-35,000 രൂപ ശമ്പളം ഉണ്ട്, പിന്നെ എന്തിനാ കല്യാണം കഴിക്കണേ? അങ്ങനെ പട്ടീനെ നോക്കി വളർത്തി ജീവിക്കണ കുറെ മനുഷ്യര്. അവർക്ക് മണ്ടത്തരം പറ്റിയെന്ന് മനസ്സിലാവുന്നത് എപ്പോഴാണെന്നറിയോ? പട്ടി ചത്തുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ. പട്ടിയുടെ ആയുസ് 15 കൊല്ലല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പട്ടി ചത്തുപോയപ്പോഴാണ് മനസ്സിലായത് വയസ്സാവുമ്പോൾ അവരെ നോക്കാനായിട്ട് പട്ടി പോലും ഉണ്ടാവില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന മനുഷ്യർ തിരിച്ചറിയുന്നില്ല, ഒരു കുഞ്ഞിനെ കൂടി പ്രസവിച്ച് മുലയൂട്ടി വളർത്തുമ്പോൾ അവരുടെ ആരോഗ്യത്തിന് അത് പ്രൊട്ടക്ഷനാണ്. 5 മക്കളെ പ്രസവിക്കുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഇൻസിഡൻസ് റിലേറ്റീവ് റിസ്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ 50%. ദ ഇൻസിഡൻസ് ഓഫ് ഒവേറിയൻ ക്യാൻസർ, അണ്ടാശയത്തിലെ ക്യാൻസർ വരാനായിട്ടുള്ള ചാൻസ് ഓരോ കുഞ്ഞിനെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുമ്പോഴും 30% വെച്ച് കുറയും. ഗർഭപാത്രത്തിൽ ക്യാൻസർ വരാനായിട്ടുള്ള ചാൻസ് 4 അതിൽ കൂടുതലോ മക്കളുള്ളവർക്ക് 80% കുറവാണ്. 80% റിസ്ക് റിഡക്ഷൻ വിത്ത് 4 or more kids. ഇതാണ് യാഥാർത്ഥ്യം. ഓരോ കുഞ്ഞിനെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുമ്പോഴും ദ ഹെൽത്ത് ഓഫ് എ ലേഡി ബിക്കംസ് ബെറ്റർ. ഒരു ഭാഗം കൂടി നമ്മൾ തിരിച്ചറിയണം. പ്രസവവും കുഞ്ഞുങ്ങളെ വളർത്തലൊക്കെ ചെയ്യണ സമയത്ത്, മുലയൂട്ടി വളർത്തുന്ന സമയത്ത് അമ്മയുടെ ശരീരത്തിൽ നിന്ന് 1 ലിറ്ററോളം പാലാണ് കുഞ്ഞിന് കിട്ടണത്. നമ്മൾ പറയും ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാലും മാത്രം കൊടുത്താൽ മതി എന്ന് പറയും. 6 മാസം കഴിയുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ നല്ല 6 കിലോ 7 കിലോ തൂക്കമുള്ള തക്കുടുമുണ്ടന്മാരും തക്കുടുമുണ്ടത്തിമാരൊക്കെ ആയിട്ട് വരും. അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് ഈ പോഷകങ്ങൾ മുഴുവൻ കുഞ്ഞിൻ്റെ ശരീരത്തേക്ക് പോണത്. അപ്പോൾ ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക, അമ്മമാർ പ്രത്യേകം തിരിച്ചറിയുക, സ്ത്രീകൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ശരീരത്തേക്ക് വേണ്ട പോഷകങ്ങൾ നിങ്ങൾ കഴിക്കണം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പ്രസവിക്കുന്ന സ്ത്രീകളോട് ഞാൻ പ്രത്യേകം പറയാറുണ്ട്, മുലയൂട്ടുന്ന അമ്മമാർ നിർബന്ധമായിട്ടും 1/2 ലിറ്ററെങ്കിലും പാല് കുടിക്കണം. കാൽഷ്യം ഗുളിക മിനിമം 6 മാസം വരെ കഴിക്കണം. എൻ്റെ വൈഫൊന്നും കാൽഷ്യം ഗുളിക നിർത്താറേ ഇല്ല. കാരണം ഫീഡിങ് എത്ര കാലം ഉണ്ടോ അത്രേ കാലം കാൽഷ്യം ഗുളിക കഴിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി. പലപ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ അടുത്ത് കൺസീവ് ചെയ്യും. അപ്പോൾ കാൽഷ്യം ഗുളിക അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പം എൻ്റെ ഭാര്യ ചിലപ്പോൾ പറയും, ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം മൂത്ത കുഞ്ഞിനെ കൺസീവ് ചെയ്തതിന് ശേഷം ഇതുവരെ കാൽഷ്യം ഗുളിക കഴിക്കൽ നിർത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണതെന്ന് പറയും എൻ്റെ ഭാര്യ. അപ്പോൾ കാൽഷ്യം കഴിച്ചു കഴിഞ്ഞാലാണ് എല്ലിനൊക്കെ നല്ല ബലം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നടുവേദനയും മുട്ടുവേദനയും ആയിട്ട് ഭർത്താവ് ഇരുന്ന് രാത്രി കാല് തിരുമ്മി കൊടുക്കേണ്ടി വരും. അതൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതൊക്കെ എത്ര കാൽഷ്യം കഴിച്ചാലും പാല് കുടിച്ചാലും നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് തിരിച്ചറിയണം, നമ്മുടെ ഭാര്യമാരുടെ ആരോഗ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 1/2 ലിറ്റർ പാല് അമ്മമാർക്ക് മാത്രം, കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വേറെ വാങ്ങിക്കോ, കുഴപ്പമില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ നേച്ചർ എന്ന് വെച്ചാൽ അവർ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അവർ കുടിക്കുള്ളൂ. ചില വീടുകളിൽ ചോദിക്കുമ്പോൾ അവർ പറയാം ഞങ്ങൾ ആകെ 1/2 ലിറ്റർ പാല് വാങ്ങണമല്ലോ ഡോക്ടറെ. ഇപ്പോൾ 1/2 ലിറ്റർ പാല് മാത്രം വാങ്ങിക്കഴിഞ്ഞാൽ അമ്മമാർക്ക് കുടിക്കാനായിട്ടൊന്നും ബാക്കി കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഭർത്താക്കന്മാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാൻ, നിങ്ങളുടെ ഭാര്യമാരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക, ആംവയുടെ പ്രോട്ടീൻ പൊടി കൊടുത്ത് 2000 രൂപയുടെ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. 1/2 ലിറ്റർ പാല് 30 രൂപ കൊടുത്താൽ കിട്ടും. 1/2 ലിറ്റർ പാലിൻ്റെ ഒരു കവർ കിട്ടാനായിട്ട് 30 രൂപ കൊടുത്താൽ മതി. അത് കൊടുത്ത് സാധിക്കുന്നവരെല്ലാം നിങ്ങളുടെ ഭാര്യമാരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാൽ എല്ലാ ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് ബ്യൂട്ടിഫുൾ. കാരണം പാലിക്കൂടെ എന്ത് കിട്ടും? പ്രോട്ടീനും കിട്ടും, കാൽഷ്യം കിട്ടും, ഒരുമിച്ച് കിട്ടും എല്ലിന് ബലം കിട്ടാനായിട്ട്. അതുപോലെ മാംസാഹാരങ്ങളും പയർവർഗ്ഗങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവും. പണ്ടത്തെ അമ്മമാർക്ക് രക്ഷ ചെയ്തിരുന്ന കാരണമാണ് ഇത്, ആട്ടുംകുട്ടീനെ തിന്ന കാരണമാണ് അവർക്കൊക്കെ എല്ലിന് ബലമുള്ളത് എന്ന് മാത്രം നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് അതുപോലത്തെ നല്ല പച്ചമരുന്നുകൾ കിട്ടാനില്ല, ആട്ടുംകുട്ടീനെ കിട്ടാനില്ല. ആട്ടുംപ്രാത്ത് തിന്നിട്ട് ഇനി വെയിറ്റ് കൂടണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആട്ടുംകുട്ടീനെ തിന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ
പ്രധാനപ്പെട്ട കാര്യം പോഷകങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നോക്കുക. പാലും മുട്ടയും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നമുക്കൊരു പരിധിവരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പ്രോട്ടീനും കാൽഷ്യമൊക്കെ നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. പിന്നത്തെ ഒരു ചോദ്യം ചിലർ ചോദിക്കാറുള്ളത് ഇതാണ്: ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഇനി 3 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത പ്രഗ്നൻസി മതി എന്ന് ഹെൽത്തിൽ നിന്ന് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ എത്ര ഗ്യാപ്പ് യഥാർത്ഥത്തിൽ വേണം എന്നൊക്കെ ചിലർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുള്ളത് ഇത്രയേ ഉള്ളൂ: എത്ര ഗ്യാപ്പ് വേണമെന്ന് നമുക്ക് അങ്ങനെ സ്ട്രിക്റ്റായിട്ട് തീരുമാനിക്കാനൊന്നും പറ്റില്ല. കുറേയൊക്കെ തമ്പുരാൻ്റെ കയ്യിലേക്ക് വിടുക. നമ്മളുടെ കുടുംബത്തിൻ്റെ സാഹചര്യവും സാധ്യതകളും അനുസരിച്ച് ഇറ്റ് ഈസ് അപ് ടു ദ ഡിസിഷൻ ഓഫ് ദ ലോർഡ്. തീരുമാനം ദൈവം എടുക്കട്ടെ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു സ്പേസിങ് ഒക്കെ വേണമെങ്കിൽ നമുക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്ട്രിക്റ്റായിട്ട് സ്പേസിങ് എടുത്തിട്ടുള്ള ഒരേ ഒരു സമയം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ 2ാമത്തെ ഡെലിവറിക്ക് ശേഷം 3ാമത്തെ പ്രഗ്നൻസി ആക്ച്വലി മിസ്കാരേജ് ആയിരുന്നു. ആ മിസ്കാരേജ് തന്നെ കുറച്ചുകൂടിയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റിയിൽ പെട്ട മുന്തിരിക്കൊല ഗർഭം എന്ന് പറയുന്ന ഒരു കണ്ടീഷനും അതിൻ്റെ തന്നെ കോംപ്ലിക്കേറ്റഡ് വെറൈറ്റി ആയിട്ടുള്ള പെർസിസ്റ്റന്റ് ട്രോഫോബ്ലാസ്റ്റിക് ഡിസീസ് എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കീമോതെറാപ്പി എടുക്കേണ്ടി വന്നു, 2 കോഴ്സ്. അപ്പോൾ ഈ 2 കോഴ്സ് കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രൊഫസറായിട്ടുള്ള മാഡം ഞങ്ങളോട് പറഞ്ഞു, ഇനി അടുത്ത 6 മാസത്തേക്ക് ട്രൈ ചെയ്യാനായിട്ട് പാടില്ല, പ്രഗ്നൻസി ഒഴിവാക്കണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഒരു സ്ട്രിക്റ്റ് സ്പേസിങ് ഓഫ് 6 മന്ത്സ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് ഇനി 3 കൊല്ലം കഴിഞ്ഞിട്ട് മതി അടുത്ത പ്രഗ്നൻസി. കാരണം എൻ്റെ ഒരു പിള്ളേർ തമ്മിലും 3 വയസ്സിൻ്റെ ഗ്യാപ്പില്ല. എന്നിട്ടും പിള്ളേർക്ക് കുറുമ്പിനൊന്നും ഒരു കുറവുമില്ല. ഒക്കെ ഒപ്പത്തിനൊപ്പം ഒരാളുടെ പിന്നാലെ അടുത്ത ആൾ ഓടി ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ ഇവർ പറയുന്ന ഈ 3 കൊല്ലത്തെ സ്പേസിങ്ങിനൊന്നും ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ആദ്യത്തെ സിസേറിയൻ കഴിഞ്ഞാൽ 2ാമത്തെ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യണമെങ്കിൽ മിനിമം ഇന്റർ ഡെലിവറി ഇന്റർവെൽ ഈസ് 1.5 years, 1.5 വർഷം. ഇന്റർ ഡെലിവറി ഇന്റർവെൽ, ഡെലിവറി ടു ഡെലിവറി ഇന്റർവെൽ ആണ് നമ്മൾ ഈ പറഞ്ഞ 1.5 വർഷം. അതിൽ കൂടുതലൊന്നും ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ വായിച്ചിട്ടില്ല. യൂട്രസിൻ്റെ മുറിവ് ഉണങ്ങാനും വയറിൻ്റെ ഭിത്തി ഒന്ന് ഉണങ്ങി വരാനായിട്ടും എടുക്കുന്ന സമയം 1.5 വർഷം എന്നൊരു കണക്കുണ്ട്. ഇതിൽ കൂടുതൽ പ്രത്യേകിച്ച് കണക്കുകളൊന്നും നമ്മൾ ഗൈനക്കോളജി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ വലിയ ഗ്യാപ്പ് എടുക്കണേലൊന്നും വലിയ കാര്യമില്ല. ബൈബിളിൽ പറയുന്നത് എന്താണ് നമ്മൾ നോക്കുക: യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്, അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്, അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. എന്നെ കാണാനായിട്ട് വന്ന ഒരു ടീച്ചറുടെ അനുഭവം പറയാം. ഈ ടീച്ചർ 5 മക്കൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കപ്പിളാണ്. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞു. 27 വയസ്സിലാണ് ഇവരുടെ കല്യാണം കഴിയണത്. അവർ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, ദൈവം അവരധികം വൈകാണ്ട് തന്നെ അനുഗ്രഹിച്ചു. ഫസ്റ്റ് പ്രഗ്നൻസി കിട്ടി 28ാമത്തെ വയസ്സിൽ ഫസ്റ്റ് പ്രഗ്നൻസി. അങ്ങനെ ഡെലിവറിയുടെ സമയമായി. ഡെലിവറിക്ക് വേണ്ടി ആശുപത്രി ചെന്നു. ആ ഡോക്ടർ പക്ഷെ അങ്ങനെ കാത്തിരിക്കണ ഡോക്ടറൊന്നും ആയിരുന്നില്ല. ഉച്ചയ്ക്ക് 12 മണി ആയപ്പോഴേക്കും ഗർഭപാത്രം വികസിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആൾ സിസേറിയൻ ചെയ്തു. അങ്ങനെ ഡെലിവറി സിസേറിയൻ ആയിരുന്നു. പ്രത്യേകിച്ച് ഡെലിവറി റിലേറ്റഡ് കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച 5 ദിവസം കഴിഞ്ഞ് അവരെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ പോയി. ഡെലിവറി കഴിഞ്ഞ് 1.5 മാസത്തെ ചെക്കപ്പിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആദ്യത്തെ സിസേറിയൻ ആയതുകൊണ്ട് നിങ്ങൾ ഇനി 3 വർഷം കഴിഞ്ഞിട്ടേ അടുത്ത കുഞ്ഞിനെ നോക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെ 28 വയസ്സിൽ ആദ്യത്തെ കുഞ്ഞുവാവനെ കിട്ടി. 3 വർഷം കഴിഞ്ഞ് അവർ അടുത്ത പ്രഗ്നൻസിക്ക് നോക്കാനായിട്ട് തുടങ്ങി. 31 വയസ്സ് 32 വയസ്സുള്ള സമയത്താണ് അടുത്ത പ്രഗ്നൻസിക്ക് വേണ്ടി അവർ ട്രൈ ചെയ്തത്. ദൈവം അനുഗ്രഹിച്ച് അധികം വൈകാതെ തന്നെ അവർക്ക് പ്രഗ്നൻസി കിട്ടി. അങ്ങനെ 32ാമത്തെ വയസ്സിലാണ് അവരുടെ 2ാമത്തെ പ്രഗ്നൻസി. അങ്ങനെ 2ാമത്തെ പ്രഗ്നൻസി അങ്ങനെ മനോഹരമായിട്ട് മുന്നോട്ട് പോയി. മാസം തികഞ്ഞു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ സിസേറിയൻ ആയ കാരണം ഇപ്രാവശ്യം നമുക്ക് സിസേറിയൻ ചെയ്യാം. അങ്ങനെ സിസേറിയൻ ചെയ്തു. 2ാമത്തെ സിസേറിയൻ കഴിഞ്ഞു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മനോഹരമായിട്ടുള്ള ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ സിസേറിയൻ കഴിഞ്ഞ് ഡോക്ടറെ കാണാനായിട്ട് ചെന്നപ്പോൾ 1.5 മാസത്തെ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി അടുത്ത പ്രഗ്നൻസി. ഓക്കെ, അങ്ങനെ 32ാമത്തെ വയസ്സിലാണ് ഇവരുടെ 2ാമത്തെ ഡെലിവറി കഴിഞ്ഞത്. ഇനി 5 കൊല്ലം കഴിഞ്ഞ് അങ്ങനെ 37ാമത്തെ വയസ്സായി. 37ാമത്തെ വയസ്സിൽ ഇവർ ട്രൈ ചെയ്യാൻ തുടങ്ങി. അടുത്ത കുഞ്ഞുവാക്ക് വേണ്ടി ഇവർ ആഗ്രഹിച്ചോ പ്രാർത്ഥിച്ചോ ട്രൈ ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ പ്രഗ്നൻസി ഒക്കെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2ാമത്തെ പ്രഗ്നൻസിക്ക് അധികം കാത്തിരിപ്പൊന്നുമില്ല, 2-3 മാസം കൊണ്ട് കിട്ടി. ഇത് 37ാമത്തെ വയസ്സിൽ ട്രൈ ചെയ്തിട്ട് കിട്ടണില്ല. മാസങ്ങളോളം ഇവർ ട്രൈ ചെയ്തിട്ടും കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ അവരെന്നെ കാണാനായിട്ട് വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഡോക്ടറെ ഞങ്ങൾക്ക് അടുത്തൊരു കുഞ്ഞുവാവനെ വേണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് കിട്ടണില്ല. ഞാൻ ഇവർക്ക് മരുന്നുകൾ കൊടുത്തു. അങ്ങനെ അവർ ട്രൈ ചെയ്തു, കൺസീവ് ചെയ്തു. സ്കാനൊക്കെ ആയിട്ട് അവരെന്നെ കാണാനായിട്ട് വന്നു. ഫസ്റ്റ് വിസിറ്റ് കഴിഞ്ഞു. 2ാമത്തെ സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് മിസ്കാരേജ് ആയിരുന്നു. മിസ്കാരേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ഗർഭം അലസിപ്പോയി. ഇറ്റ് ക്യാൻ ഹാപ്പൻ. അങ്ങനെ
അവരുടെ മൂന്നാമത്തെ പ്രഗ്നൻസി മിസ്കാരേജ് ആയി പോയി. അപ്പോൾ ഇവർ ചോദിച്ചു, ഡോക്ടർ ഇനിയിപ്പോൾ എത്ര നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അടുത്ത കുഞ്ഞിനെ ട്രൈ ചെയ്യാൻ പറ്റും? ഇനി അടുത്ത 1 വർഷം കഴിഞ്ഞിട്ടാണോ? ഞാൻ പറഞ്ഞു അല്ല, 2 മാസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത കുഞ്ഞിനെ നോക്കാം. വയസ്സ് കുറയ്ക്കണ ഗുളിക എൻ്റെ കയ്യിലില്ല, ചിലപ്പോൾ നിങ്ങളുടെ മറ്റേ ഡോക്ടറുടെ കയ്യിലുണ്ടാവും, എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ 2 മാസം കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചു തുടങ്ങിയോളൂ. ഞാൻ അവർക്ക് നല്ല വിറ്റാമിൻ ഗുളികളൊക്കെ കൊടുത്ത് വിട്ടു. അവർ ലേറ്റ് ആക്കിയില്ല, 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ട്രൈ ചെയ്തു. അവർ കൺസീവ് ചെയ്തു. അവർ തിരിച്ചെന്നെ കാണാനായിട്ട് വന്നു. പ്രഗ്നൻസി മനോഹരമായിട്ട് മുന്നോട്ട് പോയി. 2 സിസേറിയൻ കഴിഞ്ഞതുകൊണ്ട് പിന്നെ സാധാരണ ഇതിൽ നമ്മൾ മൂന്നാമത്തെ നോർമലിന് ട്രൈ ചെയ്യാറില്ല. വി ഗോ ഫോർ എലക്റ്റീവ് സിസേറിയൻ. അങ്ങനെ സിസേറിയൻ ചെയ്തു, കുഞ്ഞാവനെ പുറത്തെടുത്തു. ഒരു കുഞ്ഞിന് കൂടി അവർക്ക് കിട്ടി. എത്രാമത്തെ സിസേറിയനാ? 3ാമത്തെ സിസേറിയൻ. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കൂടുതൽ മക്കൾ ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു. 5 പിള്ളേരെ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി അധികം ലേറ്റ് ആക്കണമെന്നൊന്നുമില്ല, 9 മാസം കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്തോളൂ. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു, ഡോക്ടറെ അപ്പോൾ ആദ്യത്തെ സിസേറിയൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് 3 കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്നാ, 2ാമത്തെ സിസേറിയൻ കഴിഞ്ഞപ്പോൾ എത്ര കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞേ? 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്നാണ്. അപ്പോൾ ഇപ്രാവശ്യം എത്ര നാൾ കഴിഞ്ഞാൽ ട്രൈ ചെയ്യാം? 5 കൊല്ലാണോ അതോ 7 കൊല്ലാണോ? അല്ലേ, ആ ഓർഡർ അനുസരിച്ച് പണി. ഇനി 7 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓൾറെഡി 38 വയസ്സുള്ള ഇവർ ഇനി 7 കൊല്ലം കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ എത്ര വയസ്സാവും? 45 വയസ്സാവും. 45 വയസ്സിൽ ട്രൈ ചെയ്തിട്ട് ഇനി കുഞ്ഞുവാനെ കിട്ടുമോ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞുവാവനെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 9 മാസം കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് വേണ്ടി നോക്കി തുടങ്ങാം. തമ്പരാൻ തരണമെങ്കിൽ സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. അവർ പോയിട്ടുണ്ട്. അപ്പൊ ഈ 5ഉം 7ഉം കൊല്ലത്തിന്റെ കഥയും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുമാരുണ്ടാവോ? ഉണ്ടാവില്ല. സാത്താൻ നുണയനും നുണയുടെ പിതാവുമാണ്. സാത്താൻ പറയണ നുണകൾ വിശ്വസിച്ച് നമ്മൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം സാത്താൻ വളരെ ഹാപ്പി ആവും. കാരണം എന്താ? ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു വീണ് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവൻ നന്മ പ്രവൃത്തികൾ ചെയ്യും. അവൻ അവൻ്റെ അപ്പനെ അമ്മേനെ സ്നേഹിക്കും, അവൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കും, അവൻ്റെ കുടുംബാംഗങ്ങളെ സ്നേഹിക്കും, അല്ലെങ്കിൽ അവൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ സ്നേഹിക്കും. അവൻ ജോലി ചെയ്യും, അവൻ നന്മ ചെയ്യും. ജോലി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നന്മയാണ്. അത് എന്ത് ജോലി ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു ഡ്രൈവറുടെ ജോലി ആയിക്കോട്ടെ, ഒരു മെക്കാനിക്കിൻ്റെ ജോലി ആയിക്കോട്ടെ, ഒരു ഇലക്ട്രീഷ്യൻ്റെ ജോലി ആയിക്കോട്ടെ, പ്ലംബിങ്ങിൻ്റെ ജോലി ആയിക്കോട്ടെ, IT ജോലി ആയിക്കോട്ടെ, എന്ത് ജോലി ആയിക്കോട്ടെ, ജോലി എന്ന് പറയുന്നത് ഒരു നന്മയാണ്. മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു നന്മയാണ്. അതിന് നമ്മൾക്ക് കൂലി കിട്ടുന്നു എന്നല്ലേ ഉള്ളൂ. അപ്പൊ ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിന് നന്മ ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ജോലി ചെയ്യുന്ന സാധ്യത, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഒരു സാധ്യത ഈ ഒരു കുഞ്ഞ് ജനിച്ചു വീണ് കഴിഞ്ഞാലുണ്ട്. സാത്താൻ നുണയനും നുണയുടെ പിതാവുമായതുകൊണ്ട് സാത്താന് കൃത്യമായിട്ട് അറിയാം, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് തടയാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ അവന് ഈ ഭൂമിയിൽ നന്മ വർദ്ധിക്കുന്നത് തടയാൻ പറ്റും. അതുകൊണ്ടാണ് സാത്താന്റെ ഒന്നാന്തരമായിട്ടുള്ള പോളിസി എന്ത്? കുഞ്ഞുങ്ങളെ കുറയ്ക്കുക, പ്രസവം നിർത്തുക, കുഞ്ഞുങ്ങൾ തമ്മിൽ ഗ്യാപ്പ് വർദ്ധിപ്പിക്കുക, 7 കൊല്ലം കഴിഞ്ഞിട്ട് മതി ഇനി അടുത്ത പ്രഗ്നൻസി എന്ന് പറയുക, 28 വയസ്സ് കഴിഞ്ഞിട്ട് മതി കല്യാണം എന്ന് പറയുക. ചില കുടുംബങ്ങളിൽ പെൺകുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കും, PCOD എൻഡോമെട്രിയോസിസ് ഒക്കെ ആയിട്ട് ഞങ്ങളെ കാണാനായിട്ട് വരുന്ന സ്ത്രീകളുടെ അടുത്ത്, പെൺകുട്ടികളുടെ അടുത്ത് സംസാരിക്കും. അവർ പറയും, ഡോക്ടറെ ഇപ്പോഴൊന്നും കല്യാണം വേണ്ട, 28 വയസ്സ് കഴിഞ്ഞിട്ട് മതി. ഇനി ഇപ്പം 28 വയസ്സ് കഴിഞ്ഞ് അങ്ങോട്ട് വിശ്വസിച്ചോ? ഏത് ഇപ്പം തന്നെ അങ്ങോട്ട് 28 വയസ്സ് കഴിഞ്ഞിട്ട് വിശ്വസിച്ചിട്ട് അങ്ങോട്ട് കല്യാണം കഴിച്ചോ? അല്ല പോരെ, 28 ആയി എന്ന് ഇപ്പോൾ റെക്കോർഡിൽ വരണമെന്നുണ്ട്. ഇപ്പം തന്നെ അങ്ങോട്ട് വിശ്വസിച്ചു 28 ആയി അങ്ങോട്ട് വിശ്വസിച്ചിട്ട് അങ്ങോട്ട് കുഞ്ഞുങ്ങളെ നോക്കിക്കോ. 28 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതി, കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികൾ മതി എന്നൊക്കെ വിശ്വസിച്ച് നടക്കുന്ന കുറേ പെൺകുട്ടികളും കുറേ മനുഷ്യരും ദമ്പതികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ സമൂഹത്തിന് മുൻപിൽ ജീവന്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യുവ ദമ്പതികളോടായിട്ട് അവർ നമ്മളോട് എല്ലാവരോടുമായിട്ട് പറയുന്നത്, ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് ഫോർ യുവർ ചിൽഡ്രൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം, ഗിവ് ദം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. യു മേ ഹാവ് ടു ഡിനൈ ദം സർട്ടൻ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ആൻഡ് കംഫർട്ട്സ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ചില സുഖ സൗകര്യങ്ങൾ നിഷേധിച്ചാലും കുഴപ്പമില്ല, ബട്ട് നെവർ ഡിനൈ ദം ദ പ്രസൻസ് ഓഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിങ്ങൾ അവർക്ക് അനിയന്മാരെയും അനിയത്തിമാരെയും നിഷേധിക്കരുത്. ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇറ്റ് വിൽ ഹെൽപ് ദം ടു ഗ്രോ ഇൻ ഹ്യൂമാനിറ്റി. അതവരെ മനുഷ്യത്വത്തിൽ വളരാനായിട്ട് സഹായിക്കും. മനുഷ്യജീവന്റെ മനോഹാരിത അതിന്റെ എല്ലാ അർത്ഥത്തിലും എല്ലാ കാലത്തും മനസ്സിലാക്കാനായിട്ട് അതവരെ സഹായിക്കും. ദ പ്രസൻസ് ഓഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇറ്റ് വിൽ ഹെൽപ് ദം ടു ഗ്രോ ഇൻ ഹ്യൂമാനിറ്റി ആൻഡ് ഇറ്റ് വിൽ ഹെൽപ് ദം ടു റിയലൈസ് ദ ബ്യൂട്ടി ഓഫ് life in all its ages and in all its variety. എൻ്റെ 6ാമത്തെ മോനുണ്ട്. ഓക്കെ, 5 പേര് സ്കൂളിൽ പോകും. അപ്പൊ ഈ 6ാമത്തോൻ 2.25 വയസ്സ്, ഇപ്പൊ 2.5 വയസ്സ് പ്രായമായി. അപ്പൊ ഈ 2.5 വയസ്സുകാരൻ മൂത്തോരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരണ സമയമുണ്ട്, 4:20 4:25 ആകുമ്പോൾ ഇവർ വരും.
അപ്പം ഇവൻ ആ സമയമാകുമ്പോഴേക്കും ചെറുപ്പമൊക്കെ റെഡി ആയിട്ട് നിൽക്കണ്ടാവും. അപ്പം ചിലപ്പോൾ ഞങ്ങളെ സഹായിക്കുന്ന ഒരു ചേച്ചിൻ്റെ ചേച്ചിയുടെ കൂടെ ഇവൻ അവരെ ബസ്സിൽ നിന്ന് ഇറങ്ങണോടത്തേക്ക് കൂട്ടാനായിട്ട് പോകും. ചില ദിവസങ്ങളിൽ ഇവൻ വീടിൻ്റെ വാതിൽക്ക് തന്നെ നിൽക്കുന്നുണ്ടാവുള്ളൂ. ചേച്ചി ചിലപ്പോൾ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ വാതിൽക്ക് നിൽക്കണ്ടാവും. അപ്പം എൻ്റെ മൂത്തത് മോളാണ്. രണ്ടാമത്തെ മോനും ഇവനും തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അപ്പം ഇവൻ ഗേറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവനിങ്ങനെ കയ്യും പൊക്കി നിൽക്കണ്ടാവും. അവനാണെങ്കിൽ ഓടി വന്നിട്ട് ഇവനെ എടുത്തിട്ട് തോളത്ത് വയ്ക്കും. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഇവർ രണ്ടുപേരും കൂടി മേളക്കടിച്ചിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും, ഇവൻ്റെ ചേട്ടനിൽ നിന്ന് കിട്ടുന്ന സ്നേഹം, ചേട്ടൻ ഇവന് കൊടുക്കുന്ന സ്നേഹം, പരസ്പരമുള്ള ആ സ്നേഹബന്ധത്തിലും സന്തോഷത്തിലും ഇവർ വളരുകയാണ്. ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗീവ് ഫോർ യുവർ ചിൽഡ്രൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം, ഗിവ് ദം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിങ്ങൾ അവർക്ക് അനിയന്മാരെയും അനിയത്തിമാരെയും നൽകുക. യു മേ ഹാവ് ടു ഡിനൈ ദം സർട്ടൻ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ആൻഡ് കംഫർട്ട്സ്. ചില സുഖ സൗകര്യങ്ങൾ നിങ്ങൾ അവർക്ക് നിഷേധിച്ചാലും കുഴപ്പമില്ല. ബട്ട് നെവർ ഡിനൈ ദം ദ പ്രസൻസ് ഓഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിങ്ങൾ അവർക്ക് എന്ത് നിഷേധിക്കരുത്? സഹോദരങ്ങളുടെ സാന്നിധ്യം. ദാറ്റ് ഈസ് സംതിങ് ബ്യൂട്ടിഫുൾ. അപ്പോൾ മറ്റ് മനുഷ്യര് നമ്മളെ ചിലപ്പോൾ കളിയാക്കുമായിരിക്കും. ചിലർ ഇന്നലെ എൻ്റെ ഒരു ബാച്ച്മേറ്റ്, MBBS ബാച്ച്മേറ്റിൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ ഞാൻ ഒറ്റയ്ക്കേ പോയുള്ളൂ, കാരണം വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയല്ലേ ആയുള്ളൂ. ഞാൻ പറഞ്ഞു ഇങ്ങനെ 7ാമത്തെ കുഞ്ഞുവാവി ഉണ്ടായ വിശേഷം ഞാൻ അവരുടെ അടുത്ത് പങ്കുവെച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഫിൻഡോ ഇവിടെ 2 തന്നെ നോക്കാൻ പറ്റണല്ലോ ഒരാൾ. മറ്റേ ആൾ പറഞ്ഞു 3 തന്നെ നോക്കാനുള്ള കഷ്ടപ്പാട് ഞങ്ങൾക്ക് അറിയുള്ളൂ. ഞാൻ പറഞ്ഞു 2 പേരെ നോക്കണേക്കാൾ എളുപ്പമാണ് 3 പേരെ നോക്കാൻ, 3 പേരെ നോക്കണേക്കാൾ എളുപ്പമാണ് 4 പേരെ നോക്കാൻ, അല്ലേ? കഷ്ടപ്പാടുകളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷെ ഓരോ കുഞ്ഞുങ്ങളും കൂടുമ്പോഴും അതിൻ്റെതായിട്ടുള്ള സന്തോഷവും അനുഗ്രഹവും നമ്മുടെ കുടുംബങ്ങളിൽ വർദ്ധിക്കുന്നു. ഉള്ള പിള്ളേരെ തന്നെ നന്നായിട്ട് നോക്കാൻ പറ്റണില്ല എന്ന് പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കുഞ്ഞുങ്ങൾ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന കുടുംബങ്ങൾ, ജീവൻ അനുഗ്രഹമാണെന്ന് പ്രഘോഷിക്കുന്ന കുടുംബങ്ങൾ ഇന്നത്തെ സമൂഹത്തിൻ്റെ ആവശ്യകതയാണ്. നമ്മളൊരു പക്ഷേ മദർ തെരേസ ചെയ്തതുപോലെ തെരുവിൽ അലയുന്ന മനുഷ്യരെ എടുത്ത് നോക്കണമെന്നും ഉണ്ടാവില്ല. പക്ഷെ ദൈവം നമുക്ക് തന്നിട്ടുള്ള മക്കളെ നമ്മൾ നന്നായിട്ട് വളർത്തുകയും അവരെ ദൈവവിശ്വാസത്തിൽ വളർത്തുകയും നന്മയുള്ള മനുഷ്യരായിട്ട് നമ്മൾ നമ്മുടെ മക്കളെ നോക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിന് നൽകാനായിട്ട് പറ്റുന്ന ഏറ്റവും വലിയ വിറ്റ്നസിങ്, സാക്ഷ്യമാണ് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലൂടെ ചെയ്യുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക. ചിൽഡ്രൻ ആർ എ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ്. കുഞ്ഞുങ്ങളെ ദൈവവിശ്വാസത്തിൽ വളർത്തുക എന്ന് പറയുന്നത് നമുക്ക് ആ മക്കളെ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ എൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ട് ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഞങ്ങൾ വൈകിപ്പോയി കേൾക്കാനായിട്ട്. ഒരു അമ്മ ഒരിക്കലും എന്നോട് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് പിള്ളേർ വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആകെ 2 പിള്ളേരുണ്ടായിരുന്നല്ലോ, അതിലൊരാളാണെങ്കിൽ ഈ അടുത്ത് അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. എൻ്റെ മോൾക്ക് ഇപ്പോൾ അവൾക്ക് 4 പിള്ളേരുണ്ട്, ഇതിപ്പോൾ 5ാമത് പ്രഗ്നൻ്റ് ആണ്. എൻ്റെ മരുമോനാണെങ്കിൽ അവളുടെ കാര്യത്തിലൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, അവളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. ഡോക്ടർ ഒരു കാര്യം ചെയ്യുമോ, എൻ്റെ മരുമോൻ്റെ അടുത്തൊന്ന് സംസാരിക്കുമോ? എന്ത് സംസാരിക്കണം? ഇനി കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് സംസാരിക്കണം അത്രേ. അപ്പം ഞാൻ ഈ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മരിച്ചുപോയ മകന് പകരമായിട്ടാണ് നിങ്ങളുടെ മകൾക്ക് ദൈവം 5ാമത്തെ കുഞ്ഞുവാവനെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മകളുടെ അടുത്ത് പോയിട്ട് പറയേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇനി പ്രസവിച്ചാൽ ഞാൻ നിന്നെ സഹായിക്കാൻ വരില്ല, എന്നെ പ്രതീക്ഷിച്ച് നീ പ്രസവിക്കണ്ട എന്നല്ല നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ മകളുടെ അടുത്ത് പറയേണ്ടത്. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ മകളുടെ അടുത്ത് പറയുക, മോളെ നിന്റെ സഹോദരൻ മരിച്ചുപോയല്ലോ, അവന് പകരം ദൈവം തന്നിട്ടുള്ള കുഞ്ഞാണിത്, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിന്നെ സഹായിക്കാം, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. അമ്മയ്ക്ക് അടുത്ത കുഞ്ഞാവനെ കൊടുക്കണം എന്നായിരുന്നുണ്ടാവും ചിലപ്പോൾ ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ അമ്മയുടെ വയസ്സ് 60 വയസ്സായില്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പെങ്ങൾക്ക് കൊടുത്തു. അങ്ങനെ ആയിരിക്കാം അല്ലേ? അങ്ങനെ നമുക്ക് ചിന്തിച്ചുകൂടെ? അപ്പം എൻ്റെ ക്ലാസ് കേൾക്കുന്ന അമ്മമാരോട് ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ അടുത്ത് പോയിട്ട് പറയേണ്ടത് ഇതാണ്, എന്നെ പ്രതീക്ഷിച്ച് നിങ്ങൾ പ്രസവിക്കണ്ട, ഞാൻ നോക്കുന്നു വിചാരിച്ചിട്ട് നീ പ്രസവിക്കണ്ട എന്നല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയാ, മോളെ ഞങ്ങൾക്ക് ആ കാലത്ത് മണ്ടത്തരം പറ്റിപ്പോയി, 2 ആയപ്പോൾ പ്രസവം നിർത്തി, അല്ലെങ്കിൽ ഇനി വേണ്ടാന്ന് വിചാരിച്ചു, നീ പ്രസവിച്ചിങ്ങോട്ട് തന്നാൽ മതി, ഞാൻ നോക്കിയോളാം എന്ന് പറയാനായിട്ടുള്ള തൻ്റെടവും ആ ഒരു ബോധ്യവും നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ കാണിക്കുക. ഒരിക്കൽ ഒരു പെൺകുട്ടി ഒരു ടീച്ചർ എന്നെ കാണാനായിട്ട് വന്നു. അവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അവരുടെ ഒരു കസിൻ
4ാമത് പ്രഗ്നൻ്റ് ആയി. അപ്പോഴാണ് ഈ ടീച്ചർ തിരിച്ചറിയണത് അവൾ പ്രസവം നിർത്തിയിട്ടുണ്ടായില്ല എന്ന്. 4ാമത് പ്രഗ്നൻ്റ് ആയി. അപ്പോൾ അവർ വിചാരിച്ചു അവർക്ക് പ്രസവം നിർത്തിയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം 4ാമത് പ്രഗ്നൻ്റ് ആയി കുഞ്ഞുവാവി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ ടീച്ചർക്ക് ഭയങ്കര ആഗ്രഹം, ഒരു കുഞ്ഞു കൂടി വേണം. ഇവരാണെങ്കിൽ 3ാമത് കഴിഞ്ഞപ്പോൾ പോയിട്ട് പ്രസവം നിർത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഡോക്ടർ ഈ പ്രസവം നിർത്തിയവർക്ക് ട്യൂബ് തിരിച്ചു തുന്നുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന ആളാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവൾക്ക് 4ാമത്തെ ഡെലിവറി ആയപ്പോഴാണ് എൻ്റെ 3 സിസേറിയൻ ആയിരുന്നു, അവളുടെ 3 സിസേറിയൻ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവൾ നിർത്തിയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിർത്തിയത്. അവൾ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നത്. എന്തായാലും അവൾക്കിപ്പോൾ 4ാമത്തെ കൊച്ചായി. അപ്പോൾ അവൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ റീകാനലൈസേഷൻ ട്യൂബ് തിരിച്ചിടുന്ന ഓപ്പറേഷൻ ചെയ്താലല്ലേ അവൾക്ക് 4ാമത്തെ കൊച്ചിനെ കിട്ടുള്ളൂ. അപ്പോൾ ഡോക്ടർ എനിക്ക് ഒരു സഹായം ചെയ്തു തരണം, ഞങ്ങളുടെ ഈ പ്രസവം നിർത്തിയതൊന്ന് തിരിച്ചു തുന്നി ഞങ്ങൾക്ക് അടുത്തൊരു കുഞ്ഞുവാവയ്ക്കുള്ള വഴി തുറന്നു തരണം. ഞാൻ അവരുടെ ചാർട്ടൊക്കെ നോക്കി, റിപ്പോർട്ട്സൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ട്യൂബിൻ്റെ നടുവിൽ മുറിക്കണ ഓപ്പറേഷനെ ചെയ്തിട്ടില്ല. ഞാൻ അവരുടെ ട്യൂബ് തിരിച്ചിടുന്ന ഓപ്പറേഷൻ ചെയ്തു. 3 മാസം കഴിഞ്ഞപ്പോൾ ഇവരും പ്രഗ്നൻ്റ് ആയി. മാസം തികഞ്ഞ് ഇവർക്ക് 4ാമത്തെ കൊച്ചിനെ കിട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളുടെ ജീവിത സാക്ഷ്യത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ ജനിച്ചു വീഴാൻ സാധ്യതയുള്ള അനേകം കുഞ്ഞുങ്ങളും ആ കുഞ്ഞുങ്ങളുടെ നന്മ പ്രവൃത്തികളിലൂടെ സ്വർഗത്തിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന നിക്ഷേപങ്ങളും ഉണ്ട്. മനസ്സിലാവുണ്ടോ? ആ കുഞ്ഞുങ്ങളുടെ നന്മ പ്രവൃത്തികൾ, ആ കുഞ്ഞുങ്ങൾ നന്മ ചെയ്യും. നമ്മൾ കാരണം ഈ ഭൂമിയിൽ ജനിച്ചു വീഴാൻ സാധ്യതയുള്ള കുറെ കുഞ്ഞുങ്ങളുണ്ട്. ഈ ഓരോ കുടുംബങ്ങൾ കാരണവും നമ്മുടെ സമൂഹത്തിൽ ജനിച്ചു വീഴാൻ സാധ്യതയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ നന്മ പ്രവൃത്തികളിലൂടെ ആർക്ക് കൂടി നിക്ഷേപം കിട്ടും? നമുക്ക് കൂടി കിട്ടും, സ്വർഗത്തിലെ നിക്ഷേപം കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഹൗ വി ബിൽഡ് അവർ ട്രഷേഴ്സ് ഇൻ ഹെവൻ. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് അനുരൂപപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്വർഗത്തില് നമ്മുടെ ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളെ ബിൽഡ് ചെയ്യാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ ഇവിടെ നിർത്തുന്നു. ദൈവത്തിന് നന്ദി. പ്രൈസ് ദി ലോർഡ്.